BJPയുടെയും RSSന്റെയും ചരിത്രമെന്ന് പറയുന്നത് നുണകൾക്കുമേൽ കെട്ടിപ്പടുത്തതാണ്. ഇവിടെ കൊടുങ്ങല്ലൂരിലും അതിന് മറ്റൊരു ഉദാഹരണം തെളിയുകയാണ്. കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ജനത കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സമരത്തിലാണ്. ദേശീയപാത വിപുലീകരണത്തിൻ്റെ ഭാഗമായി തങ്ങൾ കൊടുങ്ങല്ലൂർ നഗരത്തിലേക്ക് സഞ്ചരിച്ചിരുന്ന പാത അടയ്ക്കപ്പെടുകയാണ്. തങ്ങളുടെ ആ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് ജനത ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ BJPയും സുരേഷ് ഗോപിയും ആ സമരത്തെ ബോധപൂർവം കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ജനങ്ങൾ നടത്തുന്ന ആ സമരത്തിൽ പലവട്ടം BJP നേതാക്കൾ വരികയും സമരക്കാർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുകയുമാണ് ചെയ്തത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി അടിപ്പാത ദേശീയപാതയിൽ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത പണിയും എന്ന പ്രഖ്യാപനം നടത്തുകയുണ്ടായി. വലിയ വാർത്തയാണ് BJP അതിനെ തുടർന്ന് നടത്തിയത്. BJP നേതാക്കൾ കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അടിപ്പാത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ സമരം കൊണ്ടോ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഏതെങ്കിലും ഇടപെടലിൻ്റെ ഭാഗമായോ അല്ല അടിപ്പാത വരുന്നതെന്നും BJPയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമായാണ് അടിപ്പാത നിർമ്മിക്കുന്നതെന്നുമാണ് പ്രചരണം നടത്താൻ വേണ്ടി BJP പരിശ്രമിച്ചത്. കഴിഞ്ഞ പുതുവത്സര ദിനത്തിലാണ് നരേന്ദ്രമോദിയുടെ കൊടുങ്ങല്ലൂർ ജനതയ്ക്കുള്ള സമ്മാനം എന്ന നിലയിൽ ഈ അടിപ്പാത വിഷയത്തെ സംബന്ധിച്ച് BJP നഗരത്തിൽ പ്രചരണം നടത്തിയത്. കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ആ പ്രചരണത്തിന് BJP നേതൃത്വം നൽകിയത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെ കലുങ്ക് പരിപാടിയിൽ അദ്ദേഹം തന്നെ ഇതെല്ലാം നിഷേധിക്കുന്ന നിലയാണ് ഉണ്ടായത്. ആ പ്രദേശത്ത് നിന്നുള്ള ഒരു സഹോദരിയുടെ ചോദ്യത്തിന് മറുപടിയായി സുരേഷ് ഗോപി പറയുന്നത് CI ഓഫീസ് ജംഗ്ഷനിൽ ഇനി അടിപ്പാത സാധ്യമല്ല എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് അദ്ദേഹം ആ സഹോദരിയോട് ചോദിക്കുന്നത്, അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയധികം വർഷങ്ങളായി നീണ്ടുനിന്ന ഒരു സമരത്തെ തന്നെ അവഹേളിക്കുന്ന ചോദ്യമാണ് മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ ഉയർത്തിയത്. ഇപ്പോൾ ഈ നാട് സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ നിതിൻ ഗഡ്കരിയെ കണ്ടത് ഇവിടെ അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഈ അടിപ്പാതയ്ക്ക് തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നുവോ? സുരേഷ് ഗോപി മറ്റൊരു കള്ളം കൂടി കലങ്കു പരിപാടിയിൽ പറയുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി പണം ചെലവഴിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനും സ്ഥലമേറ്റെടുപ്പിനും വേണ്ടി സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 5500 കോടി രൂപയിലധികമാണ് ചെലവഴിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് കള്ളം പറയാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ഘട്ടത്തിലും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ്. ആ സമരത്തോടൊപ്പമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം നിലനിന്നിട്ടുള്ളത്. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന കൊടുങ്ങല്ലൂർ നഗരസഭ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കുകയും നിരന്തരം അധികാരികളോട് അടിപ്പാത എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. BJPയുടെയും സുരേഷ് ഗോപിയുടെയും വഞ്ചനാപരമായ ഈ നിലപാടിനെതിരെ ശക്തമായ ജനകീയ സമരം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 5-ാം തീയതി വൈകിട്ട് 4 മണിക്ക് CI ഓഫീസ് ജംഗ്ഷനിൽ ജനകീയ പ്രതിഷേധ സായാഹ്നം തീർക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആ സമരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മുഴുവൻ സുമനസ്സുകളുടെയും പിന്തുണ
ഈ സമരത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.